സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. വിളക്ക് തണ്ട്. എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർത്തി ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ 7 ദീപങ്ങളും, ഓരോന്നിനും മുകളിൽ 7 ദളങ്ങൾ. കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു, പ്രഭോ, എന്താണിത്? ദൂതൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞൂടെ? ഇല്ല പ്രഭോ, ഞാൻ പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, കർത്താവ് സെറുബാബിലോനോട് അരുളി ചെയ്തു, സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മഹാപർവ്വതമേ, നീ എന്താണ്? സെറുബാബേലിന്റെ മുൻപിൽ നീ സമതലമാകും. അവസാനത്തെ കല്ല് വച്ചു കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പ് വിളിക്കും. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, സെറുബാബേലിന്റെ കരം എന്റെ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവൻ ഇത് പൂർത്തിയാക്കുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് അപ്പോൾ നീ അറിയും. ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസ്സാരമാക്കിയവർ ആഹ്ലാദിക്കും. സെറുബാബേലിന്റെ കയ്യിലെ തൂക്കുകട്ട അവർ കാണും. ഈ 7 എണ്ണം ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കർത്താവിന്റെ 7 കണ്ണുകളാണ്. ഞാൻ അവനോട് ചോദിച്ചു, വിളക്ക് തണ്ടിന് ഇടത്തും വലത്തും ഉള്ള 2 ഒലിവ് മരങ്ങൾ എന്താണ്? ഞാൻ വീണ്ടും ചോദിച്ചു, എണ്ണ പകരുന്ന പൊൻകുഴലിന്റെ സമീപമുള്ള ഒലിവ് ശാഖകൾ എന്താണ്? അവൻ പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞൂടെ? ഇല്ല പ്രഭോ, ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഭൂമി മുഴുവന്റെയും കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണ് അത്.